നന്ദാത്മജാനന്ദ സ്വാമികളാണ് നമ്മുടെ കൂടെയുള്ളത്. സ്വാമിജി ശ്രീരാമകൃഷ്ണ മഠത്തിലെ സന്യാസിയാണ്. മലയാള ഭാഷയിലെ ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴയ ആധ്യാത്മിക പ്രസിദ്ധീകരണം 111 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പ്രബുദ്ധ കേരള. പ്രബുദ്ധ കേരളത്തിൻ്റെ എഡിറ്ററാണ് സ്വാമിജി. രാമകൃഷ്ണ മഠത്തിൻ്റെ, രാമകൃഷ്ണ മിഷൻ്റെ തൃശ്ശൂർ പൂങ്കുന്നം കേന്ദ്രത്തിൻ്റെ മഠാധിപതിയാണ്. നമ്മുടെ എല്ലാ ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും എന്ത് ത്യാഗം സഹിച്ചായാലും സ്വാമിജി എത്തിച്ചേരും, പങ്കെടുക്കും. എല്ലാ പരിപാടികൾക്കും. ഇപ്പോൾ സ്വാമിജിയെ ഔപചാരികമായിട്ട് ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും അദ്വൈതാശ്രമമായിട്ട് ചേർന്ന് എല്ലാത്തിലും പങ്കുചേർന്നുകൊണ്ടാണ് സ്വാമിജി ഉള്ളത്. ഇവിടുത്തെ ഒരു ആചാര്യനായി തന്നെ നമ്മൾ ഗണിക്കുകയാണ്. അതുകൊണ്ട് ഔപചാരികമായി സ്വാഗതമൊന്നും പറയേണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഇനി വേറൊരു ഇത് പറയാം സ്വാമിജിയുടേത്. പ്രബുദ്ധ കേരളത്തിൻ്റെ എഡിറ്ററാന്ന് പറഞ്ഞു. ഇനി വേറൊരു പരിപാടിയുണ്ട്. അത് ഒരു 3.5 മിനിറ്റ് കൊണ്ട് ഒരാളുടെ ചിത്രം വരയ്ക്കും. 3.5 മിനിറ്റ് ഇത്രയേ വേണ്ടു. അതെ, സ്വാമി 3.5 മിനിറ്റ് കൊണ്ട് ഒരുപാട് വരയ്ക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. 3.5 മിനിറ്റ് നല്ല ഒന്നാം തരം ഒരു ചിത്രം. അത് വല്ലാത്തൊരു സിദ്ധിയാണ്. നിങ്ങളത് വരച്ചു തരുമെന്നോ? വരച്ചു തരും. ഒന്ന് വേണ്ട പോലെ കണ്ടാൽ മതി. ഞങ്ങളെയൊക്കെ ഒന്ന് വേണ്ട പോലെ കണ്ടാ വരച്ചു തരും. ശരി, സന്തോഷം. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കും. ശരി. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഇവിടെ ഈ അന്തര്യോഗ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠരുടെയും മുമ്പിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഇതിൻ്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജിജ്ഞാസുക്കൾ, ഭക്തർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവത്ഗീതയുടെ 6-ാം അധ്യായമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 7, 8, 9 ശ്ലോകങ്ങൾ, അതാണ് നമ്മളിവിടെ മനനവിധേയമാക്കുന്നത്. ഭഗവത്ഗീതയെപ്പറ്റി, ഭഗവത്ഗീതയ്ക്ക് നൽകിയിട്ടുള്ള ഭാഷ്യങ്ങൾ, ശങ്കരാചാര്യസ്വാമികൾ നൽകിയിട്ടുള്ള ഭാഷ്യങ്ങൾ
അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വലിയൊരു മനനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തോടെ എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെയാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവന് മുമ്പിലുള്ള ഏറ്റവും വലിയ ആദർശത്തെയാണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്നത്. ജീവന് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ആദർശം, ആ ആദർശത്തിലേക്ക് എങ്ങനെ ഉയരാം, അതിനെ എങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം, അതിനുവേണ്ടിയാണ് നമ്മുടെ ബലഹീനതകളെയൊക്കെ ഇല്ലാതാക്കേണ്ടത്. അത്തരത്തിലുള്ള ബലഹീനതകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നമ്മുടെ മനസ്സിനെ വികസിക്കാൻ സാധിക്കും, ഒരു ജീവന് എപ്രകാരമാണോ അതിൻ്റെ എല്ലാ തുച്ഛമായ തലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ പരമമായ പദത്തിലേക്ക് വികസിക്കാൻ സാധിക്കുന്നത്, അത്തരത്തിലുള്ളൊരു ആദർശം ഭഗവത്ഗീതയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ കരുതേണ്ടത്. ഭഗവത്ഗീതയുടെ ഉപാസകരായിട്ടുള്ള മഹാത്മാക്കൾ ഒന്നടങ്കം അവരൊക്കെയും ജീവിതത്തോട് അതിനെ ചേർത്ത് നിർത്തുകയും ജീവിതത്തിലേക്ക് അതിനെ ആവാഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി, ഐ ടു ഐ. അത് ഒരാൾ നമുക്ക് തന്നതാണ്. അപ്പം അത് വളരെ മനോഹരമായൊരു തലക്കെട്ടായി എനിക്ക് തോന്നി. ആ പുസ്തകത്തിൻ്റെ തന്നെ തലക്കെട്ടതാണ് ഐ ടു ഐ. വളരെ മനോഹരമായൊരു ആശയമാണ്. അഹത്തിൽ നിന്നും പരത്തിലേക്ക് എങ്ങനെ നമുക്ക് അഹത്തിൽ നിന്നും ഈ പ്രപഞ്ചമാകുന്ന ആ പരത്തിലേക്ക് എങ്ങനെ വികസിക്കാം, ആ വികാസം എത്രത്തോളം നമ്മളിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് ഈ ഭഗവത്ഗീത പഠിക്കുമ്പോൾ, മനനവിധേയമാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, എക്സ്പാൻഷൻ ഈസ് ലൈഫ്. ഈ വികാസമാണ് ജീവിതം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ കൺട്രാക്ഷൻ ഈസ് ഡെത്ത്. ഇല്ലെങ്കിൽ ഹ്രാസമാണ് സംഭവിക്കുക, മുരടിക്കലാണ് സംഭവിക്കുക, ജീവൻ്റെ മുരടിപ്പാണ് സംഭവിക്കുക. അത് മരണത്തിലേക്കാണ് ഒരുവനെ നയിച്ചു കൊണ്ടുപോവുക, ജീവനെ നയിച്ചു കൊണ്ടുപോവുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതം എന്ന് പറയുന്നത് ആ ഒരു തലത്തിലേക്ക് ഉയരാനുള്ള പ്രയത്നമാണ് എന്നത് മുന്നിൽ വെച്ചുകൊണ്ട് വേണം ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഭഗവത്ഗീതയെ നാം വായിച്ചെടുക്കേണ്ടത്. അപ്പം അതിനെന്താണ്, ഈ വികസിക്കാനുള്ള വഴി എന്താണ്? അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുച്ഛമായതിനെ ഉപേക്ഷിക്കലാണ് അതിനുള്ള വഴിയെന്ന് പറയുന്നത്. തുച്ഛമായ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുക, അതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ത്യാഗത്തെ പച്ചമലയാളത്തിൽ നമുക്ക് പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരോട് പറയാൻ പറ്റുന്ന, സാധാരണക്കാരൻ്റെ മുമ്പിൽ വെക്കാവുന്ന ഒരു ആശയമാണ്. തുച്ഛമായ എല്ലാ കാര്യങ്ങളെയും വേണ്ടെന്ന് വെക്കുക, ഉപേക്ഷിക്കുക, അതാണ് ത്യാഗം എന്ന് പറയുന്നത്. അതിനെ ശാസ്ത്രയുക്തമായ രീതിയിൽ പല പ്രകാരത്തിലും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിനെ ഏറ്റവും ലളിതമായ ഒരു രീതിയിലാണ് ഈ പറയുന്നത്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇതിനെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഈ ഒരു ആശയത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഭഗവത്ഗീതയ്ക്ക് നൽകുന്ന മനോഹരമായൊരു വിശദീകരണം. ഭഗവത്ഗീത
മനുഷ്യ രാശിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ആ ഒരു ആശയത്തെ, ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പറ്റി ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇപ്രകാരമാണ് പറയുന്നത്. ഗീത 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 കുറേ പ്രാവശ്യം ആവർത്തിച്ചു കഴിയുമ്പോൾ ത്യാഗി 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 എന്നാവും. ഗീത ഗീത ത്യാഗി ത്യാഗി ത്യാഗി. അപ്പം ഗീത ത്യാഗം. ത്യാഗം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സാധ്യതകളെയും പുറത്തെടുക്കുന്ന ഒന്നാണ്. അതല്ലാതെ നമ്മളൊരു നിഷേധാത്മകമായ രീതിയിലല്ല അതിനെ വായിച്ചെടുക്കേണ്ടത്. പലപ്പോഴും അത് ത്യാഗം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഈ ജീവിതത്തിൻ്റെ എല്ലാ മനോഹാരിതയെയും ഇല്ലാതാക്കുന്ന ഒന്നാണ് എന്ന് പലരും പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ എന്നാൽ എല്ലാ സാധ്യതകളെയും പുറത്തു കൊണ്ടുവരുന്ന ഒന്നാണ് അത്. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നമുക്ക് അനുഭവപ്പെടുത്തുവാൻ സാധിക്കുള്ളൂ, സ്വയം അനുഭവപ്പെടുത്താൻ സാധിക്കും. ആ മൂല്യം എന്താണ് എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ആണ് എന്നാണ് ഗീത ഗീത ത്യാഗി ത്യാഗി ത്യാഗി. ഗീത വായിച്ചു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം അത് മനനം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ത്യാഗത്തിലേക്കായിരിക്കും നമ്മൾ നയിക്കുക, നമ്മളെ കൊണ്ടുപോവുക എന്ന വളരെ മനോഹരമായ ഒരു ആശയത്തെ ശ്രീരാമകൃഷ്ണ പരമഹംസർ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ ഒരു ആശയം, ഈ 3 ശ്ലോകങ്ങൾ ഇവിടെ മനനവിധേയമാക്കുന്നത്. നമ്മൾ ഇത് 6-ാമത്തെ അധ്യായം അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 18 അധ്യായങ്ങളിൽ അതിൽ ആദ്യത്തെ 9 അധ്യായങ്ങൾ അതിനെ തത്വമായിട്ടും പൊതുവെ പണ്ഡിതന്മാർ വിശദമാക്കുന്നത് അത്തരത്തിലാണ്. അല്ലാതെ രീതിയിലുള്ള 3 രീതിയിലുള്ള വിഭജനം മറ്റൊന്നുണ്ട്. എന്തായാലും ഇതാണ് ഏറെക്കുറെ നമുക്ക് സമ്മതമായിട്ടുള്ള ഒന്നായിട്ട് ഒരാധുനികമായ രീതിയിൽ നമുക്കതിനെ വായിച്ചെടുക്കാൻ സാധിക്കും. പാരമ്പര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആധുനികമായ ഒരു രീതിയിൽ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ആദ്യ ഭാഗം എന്ന് പറയുന്നത് തത്വമാണ്. ആ ആദർശത്തെ മുന്നിൽ വെക്കും. ആ ഗംഭീരമായ, പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായമൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ആ ഗംഭീരമായ മനുഷ്യജീവന് മുമ്പിലുള്ള ആ വലിയ ആദർശത്തെ വരച്ച് കാണിക്കുകയാണ്. എങ്ങനെ ആ ഉയരത്തെ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും എന്നതാണ് 2-ാമത്തെ അധ്യായം മുതലുള്ള ഒരു ഏകദേശം 9 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിനുശേഷമുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതെങ്ങനെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കും, ഈ ഒരു ഗംഭീരമായ ആശയത്തെ എങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു സിദ്ധാന്തം എന്നതിലുപരി അത് പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒന്നുകൂടിയാണ്. ചിലപ്പോൾ പല ആശയങ്ങളെപ്പറ്റി നമ്മൾ പറയാറുണ്ട് ഉട്ടോപ്യൻ ചിന്ത, ഉട്ടോപ്യൻ ആശയങ്ങൾ. ഇതൊന്നും ജീവിതത്തോട് യാതൊരു രീതിയിലും ബന്ധപ്പെടുന്നതല്ല. അത് ജീവിതത്തിലേക്ക് നമുക്ക് പ്രാവർത്തികമാക്കാനും സാധിക്കുന്നതല്ല. വളരെ രസകരമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യാം എന്നല്ലാതെ അതിനപ്പുറം ഒരു മൂല്യം അതിനുണ്ടോ എന്നുള്ള കാര്യം പലയിടത്തും പരീക്ഷിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഉട്ടോപ്യൻ ആശയമാണോ എന്നുള്ളൊരു ചിന്ത ഇത് വായിക്കുമ്പോൾ തന്നെ ആളുകൾ തോന്നും, പലർക്കും തോന്നാം. ഗീതയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷെ അതെങ്ങനെ ജീവിതത്തിലേക്ക് അതിനുവേണ്ടി നമ്മുടെ ജീവനെ വളരെ ആഴത്തിൽ പഠിക്കുന്ന ഒരു പഠനത്തെ നമുക്ക് ഈ 2-ാമത്തെ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നന്നായിട്ട് മുറിച്ച് പഠിക്കുകയാണ് ഒരു ഡോക്ടറുടെ, ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ
ആ ഒരു വലിയ ആ, അവഗാഹത്തോടു കൂടിയാണ് ആ മനുഷ്യ മനസ്സിനെ പഠിക്കുന്ന വലിയൊരു കാര്യം നമുക്കവിടെ ഈ രണ്ടാമത്തെ ഭാഗത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും സത്വം, രജസ്, തമസ്, എങ്ങനെ ഇത് ജീവിതം, ആ ജീവിതത്തിലേക്ക് എങ്ങനെ നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പം വെറും സിദ്ധാന്തം, അതിനപ്പുറത്ത് ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന, ജീവിതത്തിലേക്ക് ഏറ്റവും നന്നായിട്ട് ആവാഹിച്ചെടുക്കാൻ സാധിക്കുന്ന, ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു ഗംഭീരമായ ആശയമാണ് ഭഗവത്ഗീതയിലുള്ളത് എന്നത് ആമുഖമാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, ഇത് രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു ശൈലിയുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ, ആചാര്യന്മാർ, അവർ 3 രീതിയിലുള്ള വിഭജനങ്ങൾ നടത്താറുണ്ട്. ഷട്കങ്ങൾ എന്ന നിലയിൽ 3 രീതി. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടുത്തെ സ്വാമിജിമാർ വളരെ ആഴത്തിലുള്ളൊരു പഠനം അതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാക്കുന്നത് ആണ് ഞാനിവിടെ കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ, ജീവിതത്തോട് പ്രയോജനപ്പെടുന്ന രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 9 അധ്യായങ്ങൾ അത് തത്വമായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ അതിനെ എങ്ങനെ അനുഷ്ഠാനമാക്കി മാറ്റാൻ സാധിക്കും ഏതൊരു വ്യക്തിക്കും, ഈ മനുഷ്യരാശിയുടെ ഭാഗമായിട്ടുള്ള ഏതൊരു ജീവനും ആപ്ലിക്കബിളായിട്ടുള്ള ഒരു ആശയമാണത്. അതിനെയാണ് അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം എന്നത് വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒറ്റ നടുക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട് 9ാമത്തെ അധ്യായത്തിൽ. വളരെ കീറി മുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 9ാമത്തെ ഒത്ത നടുക്ക്, ആ 9ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒത്ത നടുക്ക് നമുക്ക് ഈ ഒരു ആശയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകേണ്ട പ്രചോദനം, ആ ഗംഭീരമായ പ്രചോദനമാണ് നൽകുന്നത്. അനന്യാശ്ചിന്തയന്തോമ യജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമ ഭാഹമ്യം. അപ്പം ആ പ്രചോദനം അത് ഏവർക്കും പ്രൗഢമായ രീതിയിലേക്ക് ഉയർന്നു പൊങ്ങാൻ സാധിക്കുന്ന ഒരു ഗംഭീരമായ പ്രചോദനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ അനുഭവപ്പെടുത്തുക, ഈ ആശയങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. ഗീതയെ അനുഭവിക്കാൻ സാധിക്കുക അപ്പോൾ മാത്രമാണ്. നമ്മളിപ്പോൾ ഉത്തരകാശിയിലൊക്കെ ചെല്ലുമ്പോൾ ഇത് വളരെയധികം മനനം ചെയ്യുന്ന, എത്രയോ വർഷങ്ങളായിട്ട് മനനം ചെയ്യുന്ന വളരെ വലിയ ആചാര്യന്മാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ അതിൻ്റെ ജീവിതത്തോട് അതിനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് എൻ്റെ മനോഹാരിതയും മാസ്മരികതയും, ഗീതയൊരു മാസ്മരികതയാണ്, മനോഹാരിതയാണ്, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മനോഹാരിതയാണ് എന്ന് നമുക്ക് ഇത് അനുഭവപ്പെടുത്തുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പും അതിൻ്റേതായ മനോഹാരിതയുണ്ട്. അതിൻ്റെ ഭാഷാശുദ്ധിയും എല്ലാ ആശയത്തിൻ്റെ പ്രൗഢിയും എല്ലാം അവിടെ ഉണ്ട്. ഇവിടെയാണ് കേരളത്തിൽ ഒരു മഹാചാര്യൻ പറഞ്ഞ കാര്യത്തെ നമ്മൾ മുന്നോട്ട് നിർത്തേണ്ടത്. വരാ കതിപ്പതാലേ പരമപദം പരിചിന്ത ചെയ്തിടണം. ഇത് വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. പറഞ്ഞതുകൊണ്ട് അത് പ്രയോജനം ഇല്ലാന്ന് തീർത്തും പറയാൻ പാടില്ല. പക്ഷെ ഇത് വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. അത് പരമപദം പരിചിന്ത ചെയ്തിടണം. വരാകതിപ്പതാലേ പരമപദം പരിചിന്ത ചെയ്തിടണം. ഇവിടെയാണ് ഈ 6ാമത്തെ അധ്യായത്തിൽ നമുക്ക് മുന്നിലുള്ള ഉദ്ധരേത് ആത്മനാത്മാനം. അതിനെ ചില ആചാര്യന്മാരൊക്കെ
ഞാനൊരു ഒരു പാരമ്പര്യ രീതിയിലുള്ള ഒരു ശൈലിയിലല്ല ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ എല്ലാവരും പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. ഉദ്ധരേത് ആത്മനഹാത്മാനം. അതിന് അടുത്ത കാലത്ത് ഒരു ആചാര്യൻ നൽകിയ ഒരു ആശയം, ഒരു ഹിന്ദിയിൽ പ്രഭാഷണം ഞാൻ കേട്ടെ, അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു. ആ ചെറിയ മനസ്സിനെ വലിയ മനസ്സാക്കി ഉയർത്തി വെക്കുക. ഈ ഒരു സാധന നമ്മൾ എപ്പോഴും അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കുക. ചെറിയ മനസ്സിനെ വലിയ മനസ്സാക്കി ഉയർത്തിക്കൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ വീഴ്ചകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. നമ്മളെ ആദർശത്തെ പിടിക്കാൻ പലപ്പോഴും നമുക്ക് സാധിച്ചില്ലെന്നും വരാം. അപ്പം അവിടെ ഈ വലിയ മനസ്സിലേക്ക് ചെറിയ മനസ്സിനെ ഉയർത്തി വെക്കുവാനുള്ള പരിശ്രമം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതാണ്. Arise, awake and stop not till the goal is reached. ആ ലക്ഷ്യത്തിലെത്തുന്നിടം വരെ ഈ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അപ്പം അതാണ് നമ്മൾ ഈ 6-ാമത്തെ അധ്യായത്തിൽ പ്രധാനപ്പെട്ടൊരു ശ്ലോകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ പല ശ്ലോകങ്ങളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വശത്താക്കപ്പെട്ട മനസ്സ്, ആ മനസ്സ് നമ്മുടെ വരുതിയിൽ നിൽക്കുന്ന മനസ്സ്, എത്ര മനോഹരമൊരാശയമാണ്. നമ്മുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു മനസ്സിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് അതിൻ്റെ ഒരു ശതമാനമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലോ, നമ്മുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു മനസ്സ്. ഇപ്പം മഹാത്മാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള മഹാത്മാക്കളെ കണ്ടിട്ടുണ്ട് നമ്മൾ. ഒരു 100% വരുതിയിലാക്കപ്പെട്ടൊരു മനസ്സ് എത്ര ഗംഭീരമായിരിക്കും, എത്ര പ്രൗഢമായിരിക്കും. അപ്പം അത്തരത്തിലുള്ളൊരു മനസ്സ് ബന്ധുവാണ്, മനുഷ്യൻ്റെ ബന്ധുവായിട്ട് നിലകൊള്ളുന്നു. നേരെ തിരിച്ച് വശത്താക്കാൻ സാധിക്കാത്ത ഒരു മനസ്സ്, വരുതിയിലാക്കപ്പെടാൻ പറ്റാത്ത ഒരു മനസ്സ്, അതെപ്പോഴും ശത്രുവായി നിലകൊള്ളുന്നു. ഇത് ഗീത മുന്നോട്ട് വെക്കുന്ന ഗംഭീരമായ ആശയമാണ്. ഇത് പല വിദ്യാർത്ഥികളുടെയൊക്കെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും വളരെ ആശ്ചര്യത്തോടു കൂടി കേട്ടിരിക്കുന്നതും ആയിട്ടുള്ള ഒന്നാണ്. അവരിങ്ങനെ കണ്ണും തുറിച്ച് നോക്കി നിൽക്കുന്നു. അവർക്കത് അവർ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുന്ന ഒന്നാണിത്. മനസ്സിനെ വശത്താക്കാൻ സാധിച്ചാൽ, വരുതിയിലാക്കാൻ സാധിച്ചാൽ അതവൻ്റെ ബന്ധുവായിത്തീരുന്നു, മനസ്സ് ബന്ധുവായിത്തീരുന്നു, ചിത്തം ബന്ധുവായിത്തീരുന്നു. അല്ലെങ്കിൽ അത് ശത്രുവായിത്തീരും. ഈ ബന്ധുത്വം കൊണ്ടുള്ള ഫലം എന്താണ് എന്നതാണ് നമ്മൾ 7-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന്. ഈ ബന്ധുത്വത്തെ എങ്ങനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാമെന്നും ആ ബന്ധുത്വം കൊണ്ടുള്ള ഫലപ്രാപ്തി എപ്രകാരമാണ് എന്നും ആണ് ഈ 7-ാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതക ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോഹോ. ആത്മാവിനെ ജയിച്ച് പ്രശാന്തനായിരിക്കുന്ന ഒരു യോഗാരൂഢന് ശീതോഷ്ണ സുഖ ദുഃഖങ്ങൾ, മാനാപമാനങ്ങൾ മുതലായ ദ്വന്ദ്വാതീതങ്ങളിൽ അത്യന്തം അക്ഷോഭ്യനായി ആത്മാവിനെ അനുഭവിക്കാൻ സാധിക്കുന്നു. വളരെ ലളിതമായിട്ടുള്ളൊരു ആശയമാണ്, അർത്ഥമാണ് ഞാനിവിടെ അതിനുവേണ്ടി ഈ ശ്ലോകത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനർത്ഥമായിട്ട് മുന്നോട്ട് വെച്ചത്. ആത്മാവിനെ ജയിച്ച് പ്രശാന്തനായിരിക്കുന്ന ഒരു യോഗാരൂഢൻ, ആ യോഗാരൂഢനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരു യോഗാരൂഢന് ശീതോഷ്ണ സുഖ ദുഃഖങ്ങൾ, മാനാപമാനങ്ങൾ മുതലായ ദ്വന്ദ്വാതീതങ്ങളിൽ
അക്ഷോഭ്യനായി ആത്മാവിനെ അനുഭവിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും ഉള്ള ദ്വന്ദ്വങ്ങളിലും അക്ഷോഭ്യനായി ഈ ആത്മാവിനെ, പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മാവിനെ അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നതാണ്. അതായത് ആത്മാനുഭവം നേടിയവന്, നമ്മുടെ ഉള്ളിലെ സാധ്യതകളെ മുഴുവൻ പുറത്തെടുത്ത ഒരുവന്, ഒരു സാധകന്, ദ്വന്ദ്വങ്ങൾക്കുള്ളിലെ ബാഹ്യാനുഭവങ്ങളിലും, ബാഹ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് ആണ് ആദ്യം പറയുന്നത്, ചൂട്, തണുപ്പ് മുതലായവ. ഇനി വ്യക്തിപരമായ അനുഭവങ്ങളിലും, ബാഹ്യമായ അനുഭവങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ, മാനം, അപമാനം തുടങ്ങിയവ, ഈ രണ്ടനുഭവങ്ങളിലും എല്ലാത്തിലും പരമാത്മാവ് തന്നെയുള്ളൂ. ആ സാധകൻ എല്ലാത്തിലും ഈ ദ്വന്ദ്വാനുഭവങ്ങളിൽ പരമാത്മാവിനെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു ഗംഭീരമായ ആശയമാണ് ഇവിടെ 7ാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അതിനെ അന്വയിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ജിതാത്മനഃ പ്രശാന്തസ്യ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ പരമാത്മാ സമാഹിതഃ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം പരമാത്മാ സമാഹിതഃ. പരമാത്മാ സമാഹിതഃ, യോഗാരൂഢതയിലേക്ക് ഉയർത്തപ്പെട്ട ചിത്തം ആനന്ദസ്വരൂപമായ പരമാത്മാവിനെ കാട്ടിത്തന്നുകൊണ്ട് ആനന്ദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് യോഗാരൂഢതയിലേക്ക് ഉയർത്തപ്പെട്ട ചിത്തം ആനന്ദസ്വരൂപമായ പരമാത്മാവിനെ കാട്ടിത്തന്നുകൊണ്ട് ആനന്ദിപ്പിക്കുന്നു. അത്തരത്തിലുള്ളൊരു ചിത്തം, യോഗാരൂഢതയിലേക്ക് ഉയർത്തപ്പെട്ടൊരു ചിത്തം ആനന്ദസ്വരൂപമായ പരമാത്മാവിനെ കാട്ടിത്തന്നുകൊണ്ട് നമ്മളെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പരമാത്മാവിനെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുക. ഇപ്പം ശാസ്ത്രം തന്നെ പറയുന്ന മുഖ്യമായ ആശയം ഇതാണ്, വൺനെസ്. ഇപ്പം അദ്വൈത സിദ്ധാന്തവും ആധ്യാത്മികതയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ആ ഏകതത്വം എന്നുള്ളതാണ്. ശാസ്ത്രം അത് തന്നെ ഇപ്പം പറയുന്നത്, വൺനെസ്, ഏകത്വം, ഇതെല്ലാം പരസ്പരം യോജിച്ച് നിൽക്കുകയാണ്. വൺനെസ്. ഇപ്പം അത് മാത്രമേ ഉള്ളൂ, ഇവിടെ മറ്റൊന്നുമില്ല. ആ പരമമായ മൂല്യം, ആ മൂല്യത്തെ അനുഭവപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. വേറൊന്നുമില്ല. തുച്ഛമായ, നമ്മളിപ്പോൾ ഇതെല്ലാം തുച്ഛമായ ആശയങ്ങളിൽ പെട്ടുകൊണ്ടാണ് എല്ലാ വ്യവഹാരങ്ങളിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് പരമമായ മൂല്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും എങ്കിൽ അദ്ദേഹത്തിന് ഒറ്റ അനുഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന മുഖ്യമായ ആശയമാണിത്. നമുക്കറിയാം, വ്യക്തിപരമായ അനുഭവങ്ങൾ ബ്രഹ്മാനുഭവത്തിന് ഒരു രീതിയിലും കുറവുണ്ടാക്കുന്നില്ല എന്ന ആശയത്തെയാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങൾ അത് ബ്രഹ്മാനുഭവത്തിന് ഒരു കുറവും ഉണ്ടാക്കുന്നില്ല, ഒരു കുറവും വരുത്തുന്നില്ല. അപ്പോൾ അതെത്ര ഗംഭീരമായ മൂല്യമായിരിക്കും. വിവേകാനന്ദ സ്വാമികളോട് പാശ്ചാത്യ ദേശത്ത് വെച്ച് ആരോ ചോദിച്ചത്രേ, ഈ അതിലേക്ക് ഉയരാൻ, ആ ഒരു ജീവിതാദർശത്തിലേക്ക് ഉയരാൻ 1-2 പേർക്കാണ് കഴിയുക എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ആശയം ഭഗവത്ഗീത തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്.
അപ്പം അപ്പം അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് മനുഷ്യാണാം സഹസ്രേഷു കസ്തി യതതി സിദ്ധയേ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വിവേകാനന്ദ സ്വാമികളോട് ഒരാൾ ചോദിച്ചത്രേ, ഓ ഇത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഒരു ആദർശമാണോ അത്? എത്രയ്ക്കും ബുദ്ധിമുട്ടില്ലേ? അതിൽ എത്ര ഒരു ലക്ഷക്കണക്കിന് ആളുകൾ പരിശ്രമിച്ച് കഴിയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കും. അങ്ങനെ അപ്പോൾ വിവേകാനന്ദ സ്വാമി പറയുന്നു, അതിലൊരാളെങ്കിലും അതിലേക്ക് കടക്കുന്നുണ്ടല്ലോ, അത്രയ്ക്കും ഗംഭീരമായ ഒരു ആദർശമാണത്, അത്രയ്ക്കും ഗംഭീരമായ ഒന്നാണ്, അതിലേക്ക് ഒരാൾക്കെങ്കിലും കടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നതാണ് അത്ഭുതകരമായ കാര്യം. അപ്പം അത്ര ഗംഭീരമായ ഒരു അനുഭവത്തെയാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ശാസ്ത്രം പറയുന്ന വൺനെസ്. അപ്പം എല്ലാവർക്കും സമ്മതമാണ് ഈ സംഭവം. അതെങ്ങനെ അനുഭവപ്പെടുത്താം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. വ്യക്തിപരമായ അനുഭവങ്ങൾ ബ്രഹ്മാനുഭവത്തിന് ഒരു കുറവും ഉണ്ടാക്കുന്നില്ല എന്നുള്ള ആശയം ലോകത്തിന് മുഴുവൻ ആകർഷകരമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോടൊക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും എത്ര പ്രയോജനത്തെയാണ് കൊണ്ടുവരിക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ നമുക്കറിയാം, ഇത് വേദാന്തികളൊക്കെ തന്നെ, ആചാര്യന്മാരൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യമുണ്ട്. മരുഭൂമിയെ അറിയുന്നവന് മരീചികയിൽ ഭ്രമിക്കുന്നില്ല. അത് കൃത്യമായൊരു കാര്യമാണല്ലോ. മരുഭൂമിയെ കണ്ടവന്, ആ മരുഭൂമിയെ അറിയുന്നവന് ഒരിക്കലും അവിടെ എന്ത് കാഴ്ചയുണ്ടായാലും, അത് വെള്ളത്തിൻ്റെതായ എന്ത് കാഴ്ചയുണ്ടായാലും അയാൾക്കറിയാം അത് തോന്നലാണ്. എന്നതുപോലെ നമുക്കിതെല്ലാം ഒരു തോന്നലായിട്ട് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. മരീചികയിൽ ഭ്രമിക്കുന്നവരാണ് നമ്മളൊക്കെ. അത്തരത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളവരാണ് നമ്മൾ. ഇപ്പോൾ മരുഭൂമി മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് അറിയുന്നവന് ഈ മരീചിക ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ കയറും പാമ്പും, അത് എത്രയോ വേദാന്തികൾ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം. എപ്പോഴും വേദാന്തത്തിൻ്റെ ഏത് ചർച്ചകൾ വന്നാലും ശരി, അതിന് ഏതെല്ലാം സൂക്ഷ്മമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകാതറിയോ? ഈ കയറും പാമ്പും. ഈ ഉത്തരകാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സന്യാസിമാർ രാവിലെ തൊട്ട് വേണമെങ്കിൽ വൈകിട്ട് വരെ ഈ കയറും പാമ്പും വിശദീകരിക്കും. ഏതോ ഒരു പാശ്ചാത്യൻ വന്നിട്ട് ഈ ഇവരുടെ ക്ലാസ്, ഉത്തരകാശിയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് വൈകിട്ട് ആശ്രമത്തിൽ ചെന്നപ്പോൾ ആ ഫോറിനറോട് അവിടുത്തെ സ്വാമി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? അവർ കയറും പാമ്പുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേറെ ഒന്നും പറയാനില്ലേ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ കയറും പാമ്പാണ്. പക്ഷെ അത് നൽകുന്ന ആ ഒരു ആശയം, അത് വേദാന്തികൾക്കൊക്കെ അറിയാവുന്ന ഒരു ഉദാഹരണമാണ് ഈ കയറും പാമ്പും. മറ്റൊന്നാണ്, ഈയിടെ ഞാനൊരു പരസ്യം കണ്ടു. അത് ഏതോ ഒരു ചാനലിൻ്റെ പരസ്യമാണ്. വലിയൊരു പരസ്യം, ഒരു വലിയ ഹോർഡിങ്സ് കണ്ടു. അപ്പം അവിടെ കയറും പാമ്പും ഉണ്ട്. അപ്പം നിങ്ങൾ കാണുന്നത് പാമ്പിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ്, പക്ഷേ ഞങ്ങളുടെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ കയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേദാന്തത്തിൻ്റെ ആശയങ്ങൾ ഇപ്പോൾ സമൂഹത്തിലേക്ക് ഇപ്രകാരം, അത് വേദാന്തം അറിയാവുന്ന ഏതോ ഒരാളാണ് അത് ഡിസൈൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അപ്പം മരീചികയിൽ ജലദർശനം ഉണ്ടാവുന്നതും അതിൽ ഭ്രമിക്കുന്നതും ഈ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ മരുഭൂമിയിലുള്ള മരീചികയെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചോളം മരീചികയാണ് സത്യം. നേരെ മറിച്ച് ആ 100% അല്ലെങ്കിൽ ഒരു 1% ആ അനുഭവത്തെ നമ്മൾക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്ര മൂല്യമുള്ളതായിരിക്കും നമ്മുടെ ജീവിതം എന്നത് നമ്മൾ അടയാളപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒന്നാണ്. പിന്നെ ചില ആചാര്യന്മാർ പറയുന്ന ഒരു ഉദാഹരണമാണ്
നിങ്ങൾ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. ആഭരണവും സ്വർണവും. ഇപ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാൽ ഈ വാങ്ങാൻ ചെല്ലുന്നവന് വിവിധ തരത്തിലുള്ള ഡിസൈനുകളിലുള്ള ആഭരണങ്ങളാണ് വേണ്ടത്. സ്വർണത്തിൽ തന്നെ കമ്മലുകൾ വേണം, വിവിധ തരത്തിലുള്ള കമ്മലുകൾ വേണം. അവൻ തപ്പുന്നത് മുഴുവൻ വിവിധ തരത്തിലുള്ള ഡിസൈനുകളിലുള്ള ആഭരണങ്ങളെയാണ്. എന്നാൽ അവിടെ ഇത് വിൽക്കുന്ന ഒരു ഓണർക്ക് അത് സ്വർണം മാത്രമാണ്, അല്ലേ? അദ്ദേഹത്തിന് സ്വർണം മാത്രമാണ് ഇത്. അത് ഏത് ഡിസൈനുള്ളതാണ് അത് വാങ്ങുന്നത്, അയാൾക്കത് വിൽക്കണം, അതിൻ്റെ എമൗണ്ട് കിട്ടണം, അതിനപ്പുറത്തേക്ക് അയാൾക്കൊന്നുമില്ല. ഇത് വാങ്ങാൻ പോകുന്ന ആളിനാണ് എത്തരത്തിലുള്ള ഡിസൈനാണ് വേണ്ടത് അതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്. അപ്പം അജ്ഞതയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും, ഈ അജ്ഞതയാണ് ദുഃഖത്തിന് കാരണം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള അജ്ഞതയാണ്. വസ്തുദർശനം നേടിയാൽ ലോകമെങ്ങും നമുക്ക് ആനന്ദാനുഭവമായി തീരും. അപ്പം അതാണ് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. ഈ മൂല്യത്തെ ആണ് ഗീത നമ്മുടെ മുമ്പിൽ വെക്കുന്നത്, ഈ പരമമായ മൂല്യത്തെ. അപ്പം ഒന്നുകൊണ്ട് ഇവിടെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം, ഒന്നുകൊണ്ടും അത്തരത്തിലുള്ള അനുഭവം നേടിയ ഒരാളെ ഒന്നിനും, ഈ ലോകത്തിലെ ഒന്നിനും ഇളക്കാൻ സാധിക്കില്ല. ഒന്നുകൊണ്ടും അത്തരം ഒരാളെ ഇളക്കാൻ കഴിയില്ല. മാനം കൊണ്ടോ അപമാനം കൊണ്ടോ ഒന്നും. നമുക്ക് തന്നെ ഇതറിയാം. നമുക്ക് ഈ ഒരു ആശയത്തിലേക്ക് നമുക്ക് ഒരു പോയിന്റെങ്കിലും, ഒരു പടിയെങ്കിലും മുന്നോട്ട് കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ വിവേചിച്ചറിയാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മളെ ഒരാൾ അപമാനിക്കുന്നു, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില കൈപ്പേറിയ അനുഭവങ്ങൾ, അതിലൊക്കെ നമുക്ക് എത്രത്തോളം അതിനോട് താതാത്മ്യപ്പെടാൻ സാധിക്കുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ഈ വികാസം നമ്മളിലേക്ക് എത്രത്തോളം കടന്നു വന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ സാധിക്കും. ചിലരതിനെ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അപ്പം അതിനർത്ഥം അയാളിലേക്ക് ഈ വികാസം കടന്നു വന്നിരിക്കുന്നു. നേരെ തിരിച്ച് ചിലരുടെ ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുകയായിരിക്കും ചെയ്യുക. പ്രായം ചെല്ലും തോറും ചിലർക്ക് ഇത് കട്ടിപിടിച്ച് വരും. ഈ അപമാനമൊക്കെ വരുമ്പോൾ അതിനുള്ള പ്രതികരണം കട്ടിപിടിച്ചതായിരിക്കും. അതെ, അവരെത്ര വേദാന്തം പഠിക്കുന്നുണ്ടെങ്കിലും ശരി അപ്പോൾ അടുത്ത കാലത്ത് ഒരു ക്രിക്കറ്റർ ഞാൻ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹമായിട്ട് കുറേ വർഷം പരിചയമുണ്ട്, കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ അദ്ദേഹം എന്തോ പ്രശ്നത്തിൽപ്പെട്ട്, കോഴയുടെ പ്രശ്നത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ആളെ അഭിമാനത്തോടു കൂടി നമ്മുടെ അടുത്ത് പറയാണ്, അറിയുമോ ഞാൻ തീഹാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. എത്ര അഭിമാനത്തോടു കൂടി പറയുന്നത്, ഞാൻ തീഹാർ ജയിലിൽ കിടന്നു. അപ്പോൾ അത് അഭിമാനം, ഈ ഇത്തരത്തിലുള്ള അപമാനങ്ങളെ അഭിമാനമായിട്ട് കൊണ്ട് നടക്കുന്ന തലത്തിലേക്ക് പോലും ആളുകൾ പോകുന്നുണ്ട്. അപ്പം അയാൾക്ക് അപ്പോൾ അതിന് മറിച്ചുള്ള ഒരു തലം നോക്കൂ, മറിച്ചുള്ള ഒരു ജീവിതാനുഭവത്തിലൂടെയാണ് ഒരാൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതെങ്കിൽ എത്ര രസകരമായിരിക്കും ആ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം ആഘോഷമാകും. അത്തരത്തിൽ ജീവിതം ആഘോഷമാക്കാൻ സാധിച്ചിട്ടുള്ള പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമ്മൾ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് വിവേകാനന്ദ സ്വാമികളും ഒക്കെ പറയുന്നത്, സ്ട്രെങ്ത് ഈസ് ലൈഫ്. കരുത്തുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഒന്നും നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല. ഒരു തരത്തിലുള്ള തുച്ഛമായ ആശയങ്ങളും നമ്മുടെ ജീവിതത്തെ ഇളക്കാൻ പാടില്ല. കരുത്ത്. അപ്പം ഈ ധന്യതയെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് കരുത്തുണ്ടാവുകയുള്ളൂ. ഉപനിഷത്ത് പകർന്നു തരുന്നത് ഈ കരുത്താണ്, സ്ട്രെങ്താണ്. സ്ട്രെങ്ത് ഈസ് ലൈഫ്. ഈ കരുത്ത് എത്രത്തോളം നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വേദാന്ത പഠനം. നമ്മളിലേക്ക് എത്രത്തോളം കടന്നു വന്നിട്ടുണ്ട്,
നമുക്ക് സംശീകരിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു രസകരമായൊരു ഒരു സംഭവം നമ്മൾ കേൾക്കുകയുണ്ടായി. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു ടീച്ചർ, സ്കൂളിലെ ടീച്ചർ, നഴ്സറിയിലെ ടീച്ചറാണെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ ആ ടീച്ചർ ഈ കുട്ടികളോട് പറയുകയാണ്, നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണെന്ന് വിചാരിക്കുക. ടീച്ചർ പറയുകയാണ്, നിങ്ങളെല്ലാം കിടന്നുറങ്ങിക്കുക, ഒരു 10 മിനിറ്റ് കിടന്നുറങ്ങിക്കോളൂ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ അടുത്ത് ഉള്ള മൃഗശാല, ആ മൃഗശാലയിലേക്ക് പോവുകയാണ്. സ്വപ്നത്തിൽ നമ്മൾ കിടന്നുറങ്ങുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൽ കാണുന്ന ആ ഉറക്കത്തിൻ്റെ ഭാഗമായി കാണുന്ന സ്വപ്നത്തിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് മൃഗശാലയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ടീച്ചറുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും വളരെ സന്തോഷത്തോടു ഉള്ളിലേക്ക് കയറി. ചിലരൊക്കെ ആദ്യമായിട്ടാണ് ജിറാഫിനെയൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെ ഉള്ളിലേക്ക് കടന്നപ്പോൾ വിവിധ തരത്തിലുള്ള മൃഗങ്ങളുണ്ട്. ആനകളും ജിറാഫും കരടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വളരെ ബന്ധവസ്ഥയിലാണ് സംരക്ഷിച്ചിട്ടുള്ളത്. കാരണം സൂ ആണല്ലോ മൃഗശാല. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സൂ ആണ് ഇത്, ഇപ്പം തൃശ്ശൂരിലുള്ളത്. എല്ലാവരും പോയി കാണേണ്ടതാണ്. 300-400 ഏക്കർ സ്ഥലത്താണ് വളരെ മനോഹരമായ സൂ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കുട്ടികൾ ഇവരെ ഈ മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ആ കരടി ഈ കുട്ടികളുടെ മുന്നിലേക്ക് എടുത്തു ചാടിയപ്പോൾ ഈ ടീച്ചർ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ടീച്ചറിൻ്റെ ചോദ്യം. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ ഞാൻ കരാട്ടയൊക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ കളരിയൊക്കെ പഠിക്കുന്നുണ്ട്, അപ്പോൾ ഞാനതിനെ നേരിട്ട് നിങ്ങളെല്ലാം രക്ഷപ്പെടുത്തും. കൊച്ചുകുട്ടികളാണേ. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞത് മറ്റ് ചില ആൻസറുകളാണ്. ചില കുട്ടികൾ പറഞ്ഞത്, എനിക്ക് ഓട്ടത്തിന് ടീച്ചറെ സബ് ജില്ലയിൽ ഫസ്റ്റാണ്. അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ടീച്ചറിനെ ഞാൻ കൈ പിടിക്കും, വേറെ ആളുകളുടെ കൈ പിടിച്ച് ഞാൻ പെട്ടെന്ന് ഓടും, അങ്ങനെ ഞാൻ ആ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടും, നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഒരു കുട്ടി മാത്രം പറഞ്ഞത് എന്താണെന്നറിയോ? ഇല്ല ടീച്ചർ, ഞാൻ ഉണരാൻ ശ്രമിക്കും. ആ ഉണരലാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പരിവർത്തനം. നമ്മൾ ഇതുവരെ ഉണർന്നിട്ടില്ല. അതിലൂടെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ഉണരലാണ് റൈസ് അവൈക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. ഉത്തിഷ്ഠത ജാഗ്രത. അതല്ലാതെ സാധാരണ ഉറക്കത്തിൽ നിന്ന് ഉണരാനല്ല പറയുന്നത്. ഈ അജ്ഞാനമാകുന്ന നിദ്രയിൽ നിന്നും ഉണരാനാണ് പറയുന്നത്. അപ്പം അതിനുള്ള പ്രാഥമികമായ ഒരു കാര്യമാണ് എങ്ങനെയും നമ്മുടെ മനസ്സിനെ പാട്ടിലാക്കുക. അത് ഗീതയിലുടനീളം ഒരു അന്തർധാരയാണത്. ജീവിതത്തോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എങ്ങനെയും മനസ്സിനെ പാട്ടിലാക്കുക, ബന്ധുവാക്കുക, അതേത് വിധേനയും. അതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ കണ്ടെത്താനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്. ഏറ്റവും ജീവിതത്തിന് മൂല്യം ഉണ്ടാക്കി കൊടുക്കുക ഈ മാനദണ്ഡമായിരിക്കും. എത്രത്തോളം നമുക്ക് നമ്മുടെ മനസ്സിനെ പാട്ടിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബന്ധുവാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇന്ദ്രിയ മനസ്സുകളെ വശത്താക്കിയ യോഗിയാണ്, ഇത്തരത്തിൽ ഇന്ദ്രിയ മനസ്സുകളെ വശത്താക്കിയ ഒരു യോഗിയാണ് യോഗാരൂഢൻ അല്ലെങ്കിൽ യുക്തൻ എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരു യോഗാരൂഢൻ്റെ മനസ്സ് ബന്ധുവിനെ പോലെയാണ്. അയാളുടെ ബന്ധുവിനെ പോലെ മനസ്സ് പ്രവർത്തിക്കും. അത് വിശദമാക്കാൻ വേണ്ടിയാണ് അടുത്ത 2 ശ്ലോകങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ആ യോഗാരൂഢൻ്റെ മനസ്സ് ഒരു ബന്ധുവിനെ പോലെ ആയിത്തീരും. ഇത്തരത്തിൽ മനസ്സിനെ വശത്താക്കിയ ഒരാൾക്ക്
ചിത്തം ബന്ധുവിനെ പോലെ നിലകൊള്ളുന്നു എന്നുള്ള ഒരു കാര്യം അത് വിശദമാക്കാനായിട്ടാണ് ഈ 2 ശ്ലോകങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ കാണാൻ സാധിക്കുന്നത്. 2 ഇതാണ്. ജ്ഞാനവിജ്ഞാന തൃപ്താത്മ, 8ാമത്തെ ശ്ലോകം. ജ്ഞാനവിജ്ഞാന തൃപ്താത്മ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്ഛതേ യോഗി സമലോഷ്ടാശ്മ കാഞ്ചന. ജ്ഞാനവിജ്ഞാന തൃപ്താത്മ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്ഛതേ യോഗി സമലോഷ്ടാശ്മ കാഞ്ചന. ജ്ഞാനവിജ്ഞാനങ്ങൾ കൊണ്ട് പൂർണ്ണ തൃപ്തി കൈവന്നവനും സ്ഥിരചിത്തനും സ്വന്തമായി ഒന്നും കരുതാത്തവനും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കീഴടക്കിയവനുമായ യോഗി, പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളൊരു യോഗി മൺകട്ട, കല്ല്, സ്വർണം എന്നിവയെല്ലാം ഒരുപോലെ കാണുന്നു. ഇവയെല്ലാം ഒരുപോലെയായിരിക്കും കാണുക. അയാളെ സംബന്ധിച്ചോളം കയറ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ലെങ്കിൽ മരുഭൂമി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സ്വർണം മാത്രമേ ഉള്ളൂ, ആഭരണമേ ഇല്ല, അല്ലെങ്കിൽ മരീചികയില്ല. ഇദ്ദേഹത്തെയാണ് നമുക്ക് യുക്തൻ എന്ന് വിളിക്കാൻ സാധിക്കുക. അപ്പം ഇങ്ങനെ ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥ വിജിതേന്ദ്രിയ സമലോഷ്ടാശ്മ കാഞ്ചന യോഗി യുക്ത ഇതി ഉച്യതേ. 8ാമത്തെ ശ്ലോകം. അപ്പോൾ ഇങ്ങനെ അതിനെ വിശദീകരിക്കാം. പൂർണ്ണ തൃപ്തി വന്നവനും ജ്ഞാനത്തോടു കൂടിയവനും നിർവികാര സത്യസ്വരൂപമായി ഭവിക്കുന്നവനും ഇന്ദ്രിയ മനസ്സുകളെ കീഴടക്കിയവനും മൺകട്ട, സ്വർണം, കല്ല് ഇവ തുല്യമായി കാണുന്നവനുമായ യോഗാരൂഢനത്രേ സത്യദർശി. ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് പൂർണ്ണ തൃപ്തി വന്ന ജ്ഞാനത്തോടു കൂടിയവനും നിർവികാര സത്യസ്വരൂപമായി ഭവിക്കുന്നവനും ഇന്ദ്രിയ മനസ്സുകളെ കീഴടക്കിയവനും മൺകട്ട, സ്വർണം, കല്ല് ഇവ തുല്യമായി കാണുന്നവനുമായ യോഗാരൂഢനത്രേ സത്യദർശി. ഇവിടെ പ്രത്യേകം ശ്രദ്ധ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ, അതാണ് അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത്, ആ ശ്ലോകത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ. ജ്ഞാനം എന്നാൽ വസ്തുബോധത്തെക്കുറിച്ചുള്ള ബൗദ്ധികമായ ജ്ഞാനമാണ്, ബൗദ്ധികമായ അറിവാണ്. നമുക്കൊക്കെ ഉള്ളത് ഈ ബൗദ്ധികമായ അറിവാണ്. ജ്ഞാനത്തെക്കുറിച്ചുള്ള ബൗദ്ധികമായൊരു അറിവ്, ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും, അതുണ്ട് നമുക്ക്. അതാണ് ജ്ഞാനം. വിജ്ഞാനം എന്നാൽ ഈ ആത്മതത്വത്തെ അനുഭവപ്പെടുത്തലാണ്. അത്തരത്തിലുള്ളൊരു പ്രായോഗിക കാര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു പാരമ്പര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള ആ അനുഭവത്തെ, വിജ്ഞാനം എന്നാൽ ഈ ആത്മതത്വത്തെ എങ്ങനെ അനുഭവപ്പെടുത്താം. വിജ്ഞാനം എന്നാൽ ഈ ആത്മതത്വം അനുഭവപ്പെടുത്തലാണ്. അപ്പം ജ്ഞാനവും വിജ്ഞാനവും ഒന്നാണെന്നറിയണം. നമ്മൾ ഈ ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളും ബൗദ്ധികമായ അറിവിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങളും അനുഭവവും ഒന്നാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ മാത്രമാണ് ഒരു സാധകൻ സംതൃപ്തനാകുന്നത്. ജ്ഞാനവും വിജ്ഞാനവും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ് സാധകനെ സംതൃപ്തമാക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഇത് ഒരു മാപ്പാണ്. എങ്ങോട്ട് പോകണം, ഇപ്പം ലൊക്കേഷൻ എന്ന് പറഞ്ഞ പോലെയാണ്. ആ ലൊക്കേഷൻ നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ അത് അവിടെ എത്തിച്ചേരണം. അതിന് പിന്നിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. പലയിടത്തും ഇപ്പോൾ ഗൂഗിൾ തന്നെ നമ്മളെ വഴിതെറ്റിച്ചേക്കാം. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ ആ മാപ്പിന് വലിയ പ്രസക്തി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും അത് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം ചെയ്യുന്ന ഒന്നായിട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റും. ഏതൊരാൾക്കും നമുക്ക് മുന്നിൽ വെക്കാൻ സാധിക്കും അത്തരത്തിലുള്ളൊരു മാപ്പിനെ. ശ്രീരാമകൃഷ്ണൻ അതാ പറയുന്നത്, ഒരു മാപ്പാണ്, ഒരു കേവലം മാപ്പാണ്. അപ്പം അതിനെ അതവിടെ എത്തുക എന്നുള്ളതാണ് ആ മാപ്പ് കൊണ്ടുള്ള പ്രയോജനം.
അപ്പോൾ അത് ലോകത്തിനും പ്രയോജനമായി തീരും. അതുകൊണ്ട് തന്നെ അത് വളരെ മൂല്യമുള്ള ഒന്നാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അത് കൃത്യമായ മൂല്യ ശ്രേണിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടതായ കാര്യം. അപ്പം പ്രതിഭാസങ്ങൾ കൊണ്ട് ശരീരം മറയ്ക്കപ്പെട്ടിരിക്കുന്ന നിർവികാര പരബ്രഹ്മം താൻ തന്നെ, ഇതത്രേ കൂടസ്ഥ സ്ഥിതി എന്ന് പറയുന്നത്. അതായത് പ്രതിഭാസങ്ങൾ കൊണ്ട് ശരീരം മറയ്ക്കപ്പെട്ടിരിക്കുന്ന നിർവികാര പരബ്രഹ്മ സ്വരൂപം, പ്രതിഭാസങ്ങൾ കൊണ്ട് നിരവധി ശരീരവും മനസ്സും കൊണ്ടൊക്കെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അത് നിർവികാര പരബ്രഹ്മസ്വരൂപം ആണ്, അത് താൻ തന്നെയാണ് എന്നറിയലാണത്. ഇതത്രേ കൂടസ്ഥ സ്ഥിതി എന്ന് പറയുന്നത്. അതിന് ശ്രീരാമകൃഷ്ണ പരമഹംസര് ഒരു ഉദാഹരണം പറയും. ഒരു ഉപ്പുപാവ കടലിൻ്റെ ആഴമളക്കാൻ പോയി. എന്തായിരിക്കും അവസ്ഥ? ഇത്രയും മനോഹരം ഒരു ഉദാഹരണം ഇല്ല കേട്ടോ. എത്ര ആചാര്യന്മാർ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെ ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ പറയുന്നത്. ഒരു ഉപ്പുപാവ കടലിൻ്റെ ആഴമളക്കാൻ പോയി. എന്തായിരിക്കും അവസ്ഥ? കടലിൻ്റെ ഭാഗമായി തീരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ യാഥാർത്ഥ്യമായി തീരും. അത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ഉദാഹരണമാണ്. ഉപ്പുപാവ കടലിൻ്റെ ആഴമളക്കാൻ പോയി. വളരെ രസകരമായ ഒരു ആശയമാണിത്. ഇങ്ങനെ ഇന്ദ്രിയ മനസ്സുകളെ ജയിച്ചാൽ, അതിനെപ്പറ്റിയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ദ്രിയ മനസ്സുകളെ ജയിച്ചാൽ മൺകട്ടയും കല്ലും മണ്ണും സ്വർണവും എല്ലാം ആത്മാവിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ തന്നെ ആത്മാവിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവിടെയാണ് ഈ സമലോഷ്ടാശ്മ കാഞ്ചന എന്ന വാക്കിന് കൂടുതൽ പ്രസക്തി കൈവരുന്നത്. എല്ലാം കല്ലും മണ്ണും എല്ലാം ഒരുപോലെ എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ മനസ്സിനെ കൊണ്ട് പരിശീലിപ്പിച്ചെടുക്കുന്ന വിധം ശ്രീരാമകൃഷ്ണ പരമഹംസർ തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഗംഗയുടെ തീരത്ത് ചെന്നിട്ട് ഒരു കയ്യിൽ കല്ല് എടുക്കും, മണ്ണെടുക്കും, എന്നിട്ട് ഇത് കല്ലും മണ്ണും എല്ലാം ഒരുപോലെയാണ് എന്നുള്ള രീതിയിൽ പ്രായോഗികമായിട്ട് പരിശീലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മൂല്യമുള്ള കാര്യങ്ങളും എല്ലാം ഒന്നു തന്നെയാണെന്നുള്ള, ഇവിടെ സ്വർണം, കല്ല്, മണ്ണ് ഇതെല്ലാം ഒരുപോലെയാണ് എന്നാണ് വിശദീകരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു യോഗാരൂഢനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ തത്വമേ ഉള്ളൂ. ഇപ്പം സർവത്ര സമബുദ്ധി പുലർത്തുന്നതാണ് സത്യനിഷ്ഠൻ്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അത് ഗംഭീരമായൊരു ആശയമാണ്. സർവത്ര സമബുദ്ധി പുലർത്തുന്നതാണ് സത്യനിഷ്ഠൻ്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനം. അപ്രകാരം സത്യനിഷ്ഠയെ പുലർത്തുന്ന ഒരാളുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത് സർവത്ര സമബുദ്ധി. എല്ലാത്തിലും ഒറ്റ ആശയത്തെ, ഒറ്റ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. ശിവജ്ഞാനേ ജീവസേവ എന്ന് പറയാറുണ്ട്. അതായത് ജീവികളിൽ, എല്ലാ മനുഷ്യരിലും അല്ലെങ്കിൽ ജീവികളിലും ശിവനെ കണ്ടുകൊണ്ട് ശിവപൂജ ചെയ്യുക.
നമ്മളൊക്കെ ഈ സേവാ പ്രവർത്തനമൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ആ ഒറ്റ തത്വത്തെ കണ്ടുകൊണ്ട് അതിനെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള വലിയൊരു പരിശീലനമാണത്, പരിശീലന പദ്ധതിയാണത്. അതാണ് നമുക്ക് ഇത്തരത്തിലുള്ള സേവാപ്രവർത്തനങ്ങളിലൂടെ കാണാൻ സാധിക്കും. അതൊരു വലിയ സാധനയാണ്. ലോകത്തെ സഹായിക്കലൊന്നുമല്ല. ചില വിചാരിക്കുന്ന ലോകത്തെ സഹായിക്കില്ല, നമുക്ക് തന്നെ ഉയരാനുള്ള വലിയൊരു സാധനാക്രമമാണത്. ഇതെല്ലാം ബ്രഹ്മ ചൈതന്യം തന്നെയാണ്. നമ്മുടെ മുമ്പിലുള്ള ജീവികളെല്ലാം തന്നെ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ഒരു ആശയത്തെ നമ്മൾ അറിയാതെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ്. ആ ചൈതന്യത്തെ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് ഉയരേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇനിയാണ് 9ാമത്തെ ശ്ലോകം വരുന്നത്. സുഹൃന്മിത്ര ഉദാസീന മധ്യസ്ഥദ്വേഷു ബന്ധുഷു സാധുഷപി ച പാപേഷു സമബുദ്ധിർ വിശിഷ്യത്തെ. സുഹൃത്തുക്കൾ, മിത്രങ്ങൾ, ശത്രുക്കൾ, സജ്ജനങ്ങൾ, മധ്യസ്ഥന്മാർ, വെറുപ്പുളവാക്കുന്നവർ, ബന്ധുക്കൾ, സാധാരണക്കാർ, പാപികൾ, ഇവരെയെല്ലാം ഒരുപോലെ കാണുന്നയാൾ വിശിഷ്ടനാകും. അങ്ങനെ ഒരാളായിരിക്കും ലോകത്തിലേക്ക് ഏറ്റവും വിശിഷ്ടനായ ഒരാൾ. ഇത്തരത്തിൽ ബന്ധുക്കളെയും സാധാരണക്കാരെയും പാപികളെയും ഇവരെയെല്ലാം ഒരുപോലെ കാണുന്നയാൾ, അതെ, എല്ലാവരും അതിനെല്ലാം ഒരുപോലെ കാണുന്നവനാണ് വിശിഷ്ടനായിട്ടുള്ളവൻ. സാധുഷു അപിച്ച പാപേഷു സമബുദ്ധി വിശിഷ്യത്തെ. ഇത് ആ ജീവിതത്തിൻ്റെ പ്രൗഢിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാശയത്തെയാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. എല്ലാത്തരം ആളുകളിലും ഒരേ ബ്രഹ്മത്തെ തന്നെ കാണുന്നവൻ മുക്തനാകുന്നു. അത്തരത്തിലൊരാൾ മുക്തനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമുക്ക് തന്നെ പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിതൊക്കെ ഉപയോഗിക്കുന്ന നമ്മളിതൊക്കെ വായിക്കുമ്പോഴും അറിയുമ്പോഴും ഇത് നമ്മൾ സാധനയുടെ ഭാഗമായിട്ട് അനുസന്ധാനം ചെയ്യുമ്പോഴൊക്കെ ഇത് ചുറ്റുമുള്ളവരിതൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കാറുള്ളത്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ്. അവനതില്ലല്ലോ, അവന് നേരെ തിരിച്ചാണ് വേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ, അത് സംശീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ആ ഒരു സാധനക്രമം പുലർത്തേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും ഇങ്ങനെയാണ് അത് വായിച്ചിട്ട് അവൻ അങ്ങനെയാണല്ലോ, ഇവൻ ഇങ്ങനെയാണല്ലോ എന്നുള്ള നിലയിൽ പറയുന്ന പലരെയും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരേ ബ്രഹ്മത്തെ തന്നെ കാണുന്ന ആള്, അങ്ങനെ ഒരാളാണ് മുക്തനാകുന്നത്. സമബുദ്ധിർ വിശിഷ്യത്തെ. ഇതിനെ 5ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പണ്ഡിതനെ പറ്റിയൊരു ആശയം പറയുന്നുണ്ട്. 5ാമത്തെ അധ്യായത്തിൽ വിദ്യാവിനയ സമ്പന്നേ, അതല്ലേ, ബ്രാഹ്മണനിലും അല്ലേ, എല്ലാ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാത്തിലും ഒന്നിനെ കാണുന്നവൻ, അവനെയാണ് പണ്ഡിതൻ എന്ന് വിളിക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ഡിതന്മാരെന്ന് വിളിക്കുന്നവരാരെങ്കിലും പണ്ഡിതനാണോ? അനുഭവത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളെയാണ് പണ്ഡിതന് എന്ന് വിളിക്കാൻ സാധിക്കുക. ഭേദലേശമില്ലാതെ സർവത്ര ഒരേ ബ്രഹ്മസത്യത്തെ അനുഭവിക്കാൻ കഴിയുന്നതാണ് സത്യനിഷ്ഠയുടെ പാരമ്യം എന്ന് പറയുന്നത്. ആ സത്യനിഷ്ഠയുടെ പാരമ്യം എന്ന് പറയുന്നത് ഇതാണ്. ആ ബ്രഹ്മതത്വത്തെ മാത്രം, ആ ബ്രഹ്മസത്യത്തെ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് ആ സത്യനിഷ്ഠയുടെ പാരമ്യം എന്ന് പറയുന്നത്. അത് ജീവിതത്തിലേക്ക് എപ്രകാരം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമദ് രംഗനാഥാനന്ദ സ്വാമികൾ ഞങ്ങളുടെയൊക്കെ ആചാര്യനായിരുന്നു. അപ്പോൾ ഈ സ്വാമിജി
ഹൈദരാബാദ് ആശ്രമത്തിൽ മഠാധിപതിയായിരുന്നു. അങ്ങനെ മഠാധിപതിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പല രീതിയിലുള്ള ആളുകൾ വരും. മന്ത്രിമാർ വരും, ബിസിനസ് രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരും, അതുപോലെ പണ്ഡിതന്മാരായിട്ട് നമ്മൾ വില കൊടുക്കുന്ന ആളുകൾ വരും. അങ്ങനെയുള്ള ആളുകളൊക്കെ വരും. സാധാരണ ഇപ്പോൾ ഹൈദരാബാദ് രാമകൃഷ്ണാശ്രമം പോയി കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്കും ആന്ധ്രയിൽ മുഴുവൻ വളരെ പേര് കേട്ട ഒരു സ്ഥാപനമാണ് ശ്രീരാമകൃഷ്ണ മഠം ഹൈദരാബാദ്. അപ്പോൾ അവിടെ എങ്ങനെയുള്ള ആളുകളാണ് വരുന്നതെന്ന് അത് ചെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെ സ്വാമിജിയുടെ അടുത്ത് ചിലപ്പോൾ മിക്കവാറും ആഴ്ചകളിൽ 1, 2, 3, 4 ദിവസങ്ങളിൽ അവിടുത്തെ പോസ്റ്റ്മാൻ വരും. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ വന്നാൽ എന്തായിരിക്കും നമ്മൾ പറയുക? അവിടെ ഇട്ടിട്ട് പൊക്കോളൂ, അല്ലെ പത്രക്കാരൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? പക്ഷേ സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം സ്വാമിജി ഒരു പോസ്റ്റ്മാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറയും, മുന്നിലിരിക്കാൻ പറയും. എന്നിട്ടാണ് ആ കത്തുകൾ വാങ്ങുക. എന്തുകൊണ്ടാണ് അത്രയും ബഹുമാനം കൊടുക്കുന്നത്? ആ ചൈതന്യത്തെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. അപ്പം നമ്മുടെ മുമ്പിലെത്തുന്ന ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാം, അങ്ങനെ ഒരാളെ, അല്ലെ ഒരു പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിൽ, അയാൾ ഒരു ഡ്യൂട്ടി എന്ന നിലയിലാണ് അയാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, അല്ലേ? അല്ല വേറൊന്നും. അയാളെ പോലും അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് കത്ത് വാങ്ങുക. അത്രയും ആദരവോടുകൂടിയാണ് ഓരോരുത്തരോടും പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പം അതാണ് സർവം ഖലുദം ബ്രഹ്മ, ഈ കാണായതെല്ലാം ബ്രഹ്മം തന്നെ എന്നുള്ളതാണ് ഉപനിഷത്തുക്കളുടെ എല്ലാം പരമസിദ്ധാന്തം എന്ന് പറയുന്നത്. ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഒന്നാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ആശയം കടന്നു വരുന്നത്. നമ്മളെല്ലാം ഒന്നാണ്. എന്തിനാണ് നമ്മൾ ചുറ്റുമുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നത്, ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്തുന്നത്? എന്തുകൊണ്ടാണ്? ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണ്? നാം ഒന്നാണ്, നമ്മളൊന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവം ഖല്വിതം ബ്രഹ്മ, നമ്മൾ ഒന്നാണ് എന്നുള്ള ആശയമാണ് എല്ലാ ധാർമ്മികതയുടെയും അടിസ്ഥാനം. അല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് മോഷ്ടിച്ച് പണക്കാരനായിക്കൂടെ? ഏത് രീതിയിൽ നോക്കിയാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഒന്നാണെന്നുള്ള ആ ഒരു ബോധ്യമാണ് എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ളത്, എല്ലാ മൂല്യങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മൂല്യങ്ങളെ മഹാത്മാക്കൾ അങ്ങേയറ്റം ആ പാരമ്യത്തിലെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ആദർശ പുരുഷന്മാരായിട്ട് മുന്നിൽ നിർത്തുന്നത്. അവിടെ യാതൊരു ഭേദത്തിനും, അങ്ങനെ ഒരാളിൽ, ആ ഏകതത്വത്തെ സാക്ഷാത്കരിച്ച ഒരാൾക്ക് യാതൊരു രീതിയിലുള്ള ഭേദത്തിനും സ്ഥാനമില്ല, അല്ലെങ്കിൽ അവിടെ യാതൊരു ഭേദത്തിന് അടിസ്ഥാനമില്ല എന്ന് കാണാൻ സാധിക്കും. മറിച്ചുള്ളതെല്ലാം തന്നെ അജ്ഞാനമാകുന്നു എന്നിവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അദ്വൈതാനുഭവമാണ്, ഈ അദ്വൈതാനുഭവത്തിലേക്ക് ഉയരലാണ് എല്ലാ സാധനകളുടെയും അടിസ്ഥാനമായിരിക്കുന്നത്. നാം ഒന്നാണെന്നുള്ള ആ അടിസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് അത് എത്രത്തോളം നമുക്കതിലേക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സാധനകളുടെ എല്ലാം മാനദണ്ഡമായിരിക്കുന്നത്. ഈ സമദർശനം നേടിയെടുക്കാനുള്ള വഴി എന്താണെന്നുള്ളതാണ് അടുത്ത ശ്ലോകം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ആശയം. ഈ സമദർശനം ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്, നേടിയെടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ തലം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് എപ്രകാരം നേടിയെടുക്കാൻ സാധിക്കും, അതിനുള്ള വഴി എന്താണ്? അത് ധ്യാനമാണ്. ഇനിയും പറയുന്നത് ആ ധ്യാനയോഗ ക്രമത്തെ പറ്റിയാണ്. അതായത് ഒരു യോഗാരൂഢനായി
ആ യോഗാരൂഢത്വം കൈവരിക്കുവാനുള്ള ധ്യാനക്രമത്തെയാണ് അടുത്ത ശ്ലോകത്തിൽ വിശദമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂല്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ജീവനെ അങ്ങേയറ്റം ഉയർത്തിക്കൊണ്ട് അതിന് ഏറ്റവും വലിയ മൂല്യത്തെ നൽകുക, ആ മൂല്യത്തെ നമുക്ക് തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ മനസ്സിനെ സംസ്കരിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാകുന്നു. അപ്പോൾ എത്ര ഗംഭീരമായ ഒരു ആശയത്തെയാണ് ഈ 3 ശ്ലോകങ്ങളിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു വലിയ ആശയമായി ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മളിലൊക്കെയും പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമാറാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാം ഉള്ളത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. ഉണരലിലേക്ക്, നമ്മൾ ആ മൃഗശാലയിലേക്ക് കടന്നുപോയ കുട്ടികൾ പറഞ്ഞല്ലോ, ഞാൻ ഉണരാൻ ശ്രമിക്കും. ആ ഉണരൽ എത്രത്തോളം സംഭവിക്കുന്നുണ്ട്, അത് ആ ഉണരാൻ ശ്രമിക്കൽ, പ്രയത്നം, അതാ പാരമ്യതയിലെത്തണം, എൻ്റെ പരമാവധിയിലെത്തണം. റൈസ്, awake ആൻഡ് സ്റ്റോപ്പ് നോട്ട് till the goal is reached. ആ ഒരു പാരമ്യം വരെ നമുക്ക് ഈ ഒരു ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നേറാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു അവസരത്തെ തന്ന സ്വാമിജിക്കും അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തകരോടുമുള്ള ഒരു വലിയ കൃതജ്ഞത മുന്നിൽ വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.